ഇന്നുണ്ടല്ലോ ഡിന്നറിന് ചിക്കൻ കറിയും പുട്ടുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു റെസിപ്പി ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ അതൊന്ന് ഇന്ന് ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി. വേറൊന്നുമല്ല, നമ്മുടെ ഷെഫ് പിള്ളയുടെ ഒരു ചിക്കൻ റെസിപ്പിയാണ്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പെരുംജീരകമാണ്, നമ്മുടെ വലിയ ജീരകം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചെറിയ തേങ്ങയായിരുന്നു. പക്ഷേ എൻ്റെ അടുത്തത് തീർന്നു പോയതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയിൽ നിന്ന് പെട്ടെന്ന് വഴണ്ടു വരാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് എടുക്കുന്നുണ്ട്, കൂടെ ഒരു പച്ചമുളകും. വഴണ്ടു വന്നിട്ടുള്ള ഉള്ളിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ പാനിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഉള്ളിയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. പൊടികളൊക്കെ ആദ്യം ഒന്ന് പാനിൽ ചൂടാക്കിയതിന് ശേഷമാണ് ഉള്ളിയായിട്ട് യോജിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനത് വിട്ടുപോയി. ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു. പക്ഷേ കുഴപ്പമില്ല, ഇതിൻ്റെ ഈ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിക്കനും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പാൻ അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് തീരെ വെള്ളം ചേർക്കണില്ല കേട്ടോ. 10 മിനിറ്റിന് ശേഷം ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഉണ്ടല്ലോ, ഇതിനിടയ്ക്ക് ചിക്കനും പുട്ടും എന്നുള്ള പ്ലാൻ മാറിയിട്ട് ചിക്കനും കപ്പയെന്നായിട്ടുണ്ട്. അപ്പോൾ കപ്പ റെഡിയാക്കിയിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ റെഡിയായി വന്നപ്പോഴേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും വേപ്പിലയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് പെരുംജീരകവും ഗ്രാമ്പും പട്ടയും ഏലക്കയെല്ലാം ചൂടാക്കി പൊടിച്ച് ചേർക്കാനായിട്ടായിരുന്നു. അപ്പോൾ ശരി, ഇനി പുതിയൊരു വീഡിയോയിൽ കണ്ടാലോ.